ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുറിയിലിരിക്കുന്ന മകളെ അമ്മ ഫോണിൽ വിളിക്കുക, അതായത് ശ്രുതിയുടെ അമ്മ. ഹലോ പറ അമ്മ, എന്താ കല്യാണി നിനക്ക് പറ്റിയേ എന്ന് അമ്മ ചോദിച്ചു. അത് പിന്നെ അമ്മ, എനിക്ക് ഒരു സമാധാനം ഇല്ല അമ്മേ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് എല്ലാവരും ആസ്വദിച്ച് ചിരിക്കുക എവിടെ എന്നൊക്കെ പറയുമ്പം ആ പ്രശ്നമൊന്നും ഇതുവരെ തീർന്നില്ലേ, എല്ലാം ശരിയായില്ലേ കല്യാണി എന്ന് ചോദിക്കുമ്പം എങ്ങനെ ശരിയാവാനാ, ഒരു ക്ഷമ ചോദിക്കുക, എല്ലാം ശരിയാകുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞു തന്നെ വിട്ടത്. ഞാൻ സോറി പറഞ്ഞാലും ആരും എന്നോട് ക്ഷമിക്കാനൊന്നും പോകുന്നില്ല എന്ന് മകൾ അമ്മയോട് പറയണു. സുധിയുടെ അമ്മ എന്നെ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക, സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ നീ ഒന്ന് ക്ഷമിക്കും മോളെ, കുറച്ച് സമയം എടുക്കും, എല്ലാം ഓക്കെ ആകും. സുധിയുടെ അച്ഛൻ എന്താ പറഞ്ഞത്, അങ്കിൾ ഇവിടെ ഇല്ല, വന്നിട്ട് വേണം ഒന്ന് സംസാരിക്കാനെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്കിളിൻ്റെ കാലിൽ വീഴാം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ എന്ന് ശ്രുതി പറയാം കേട്ടോ. അന്നേരം കല്യാണി, തെറ്റ് നിൻ്റെ ഭാഗത്ത് തന്നെയാണ്, അതുകൊണ്ട് നീ കുറച്ചൊന്ന് ഇറങ്ങി നിൽക്കണം, മനസ്സിലായോ നിനക്ക്? ആരെന്തു പറഞ്ഞാലും വീട് വിട്ട് ഇറങ്ങി വന്നേക്കരുത്, പറഞ്ഞത് കേട്ടല്ലോ. അപ്പം അമ്മ പേടിക്കണ്ട, ഞാൻ അവിടേക്ക് വന്ന് നിങ്ങൾക്കൊരു ഭാരം ആവില്ല എന്ന് കല്യാണി മോള്. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, അപ്പോൾ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, കട്ട് ചെയ്തിട്ട് പോകാൻ നോക്കുമെന്നും പറഞ്ഞുകൊണ്ട് അമ്മയോട് ചൂടായി ഫോണും കട്ട് ചെയ്ത് അവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്രുതി അന്നേരം അതുവഴി വന്നു. ശ്രുതി അകത്തിരിക്കും. അപ്പോൾ എന്തായാലും അവളോട് സംസാരിക്കണം, മനസ്സ് തുറന്ന് സംസാരിച്ച് അവളെ എങ്ങനെയെങ്കിലും സമാധാനപ്പെടുത്തിയേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ ചെല്ലുന്നു. ശ്രുതി പതുക്കെ പമ്മി മുറിയിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും ചന്ദ്രമതി വാതിൽ തുറന്ന് ഇറങ്ങി വരും. അമ്മയെ കണ്ടത് മോൻ മുട്ട് കൂട്ടി ഇടിച്ച് അവിടെ നിന്ന് എക്സസൈസ് കാണിക്കുന്ന രീതിയിലൊക്കെ കാണിക്കുന്നു. അപ്പോൾ വാതിൽ തുറക്കാൻ നോക്കിയതായിരുന്നു, നടന്നില്ല. ആ സമയത്ത് അമ്മ ഇങ്ങനെ മോൻ അടിമുടി നോക്കുക. ഈശ്വര, നീ എന്താടാ ഇവിടെ? ഞാനിവിടെ നിന്ന് വ്യായാമം ചെയ്യായിരുന്നു അമ്മയെന്ന് ശ്രുതി. അപ്പോഴേക്കും ശ്രുതി ഇത് അകത്ത് നിന്ന് കേൾക്കോട്ടെ ഇവരുടെ സംസാരം പുറത്ത്. അതെന്താടാ പതിവില്ലാത്തൊരു വ്യായാമം, അതും ഒന്നും അല്ലാത്തൊരു സമയത്ത്? അല്ല അത് പിന്നെ അമ്മ, ഞാൻ മുൻപും ഇതൊക്കെ ചെയ്യാറുണ്ടായിരുന്നല്ലോ അമ്മേ, ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു, ഇന്ന് മുതൽ ഞാനത് ചെയ്യാമെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അമ്മേ ഇനിയിപ്പോൾ ഏതായാലും എനിക്കൊന്ന് കുളിക്കണേ, ഞാൻ പോയെന്ന് കുളിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് പതുക്കെ മുറി തുറന്ന് അകത്തേക്ക് കയറുന്നു. അപ്പോൾ അമ്മ എന്തെങ്കിലും മുറി തുറന്ന് അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും സുധി എന്നും പറഞ്ഞ് വിളിച്ചു. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിന്നീട് പറഞ്ഞൂടെ, നല്ല വിയർപ്പ്, ഞാൻ കുളിച്ചിട്ട് വരട്ടെ. അപ്പം നീ നേരത്തെ കുളിച്ചിരുന്നതാണല്ലോ. അതെ, അല്ല ഞാൻ ഒന്നുകൂടി ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു, ഞാൻ ഈ എക്സസൈസൊക്കെ ചെയ്തിട്ടേ ആകെ വിയർത്തിരിക്കാമേ, അതുകൊണ്ടാണ്. അപ്പം കുളിച്ചോ എന്ന് പറഞ്ഞ അമ്മ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. സുധി എന്നിട്ട് തുറന്ന് കയറിയിട്ട് ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ നിൽക്കുവാണ് വാതിൽ അടയ്ക്കാൻ. അപ്പോൾ ശ്രുതി അകത്തുണ്ട്, പുറത്ത് അമ്മയുണ്ട്. അമ്മയെ തുറച്ച് നോക്കി നിൽക്കുന്ന കണ്ടപ്പം അമ്മ എന്താ എന്നെ തന്നെ തുറച്ച് നോക്കുന്നേ, അമ്മ പോയിക്കോളൂ ഞാൻ കുളിച്ചോളാം എന്ന് നമ്മുടെ ശ്രുതിമോൻ. അപ്പം ചന്ദ്ര എന്നിട്ട് പതുക്കെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുക കേട്ടോ. ചന്ദ്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പതുക്കെ വാതിൽ അടയ്ക്കാൻ തുടങ്ങുക. അപ്പം ശ്രുതി എന്ന് വിളിച്ചതേ അമ്മ പോയതൊക്കെ നോക്കി ചെന്നപ്പോഴത്തേക്കും അമ്മ ചാടി കയറി മുറിക്കകത്തേക്ക് വന്നു. നീ ഇവിടെ എന്നാ നോക്കി നിൽക്കടാ, പോയി കുളിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അപ്പോഴത്തേക്കും ഭാര്യയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ കുളിക്കാനല്ലേടാ നിന്നോട് പറഞ്ഞത്, പോയി കുളിക്കടാന്ന് പറഞ്ഞു. ഞാൻ കുളിക്കാമേ, പോവാമേ, ഞാൻ കുളിക്കാമേ എന്ന് പറഞ്ഞുകൊണ്ട് സുധി നേരെ ബാത്റൂമിലേക്ക് പോയി. ഈ സമയത്ത് എന്ത് ചെയ്യാനാ, ഒരേ വീട്ടിലായിപ്പോയില്ലേ, ഇവനൊക്കെ നോക്കിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയാം. അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര പല്ലും കടിച്ചു പിടിച്ച് ഇറുമി പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിമോൾ അവിടെ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശ്രുതി പതുക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി കട്ടിലേക്ക് ഇരിക്കും കേട്ടോ. ബാത്റൂമിൽ കയറിയിട്ട് കുളിക്കാതെ ഇങ്ങനെ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുവാണ്. അമ്മ പോയോ എന്നറിയാനായിട്ട് ഇങ്ങനെ ചെവി ഇങ്ങനെ വട്ടം പിടിച്ച് നോക്കുവാണ്. വാതില്ല അമ്മയുടെ അനക്കമൊന്നുമില്ല, പോയെന്ന് തോന്നി. ഇനിയിപ്പോൾ പോയി ശ്രുതിയോട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് അയ്യോ അമ്മ പോയില്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അമ്മയെ എടാ എന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങോട്ടേക്ക് ചെന്നു. നീ കുളിക്കാനാണെന്നും പറഞ്ഞ് ഈ മുറിയിലേക്ക് വന്നത് എന്തിനാണെന്നൊക്കെ എനിക്ക് അറിയാടാന്ന് പറഞ്ഞു. അതുവരെ ഞാൻ തോർത്തെടുത്തു, നീ ഞാൻ പറഞ്ഞൊന്നും അനുസരിക്കുന്നില്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചെവിക്ക് അങ്ങ് പിടിച്ചപ്പം ഞാൻ അനുസരിക്കാമെന്ന് പറഞ്ഞു. അവളോട് സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേടാന്ന് ചോദിച്ചു. അമ്മ വേദനിക്കുന്നമ്മേ, അവളോടെങ്ങാനും മിണ്ടിയാ നിന്റെ കടയിൽ മുളകരച്ച് തേക്കും ഞാൻ. ഇല്ലമ്മേ ഞാൻ മിണ്ടില്ല, അമ്മ പറഞ്ഞാലും ഞാൻ ഇനി മിണ്ടില്ല അമ്മ, പിഴമ്മേ, ചെവി പറഞ്ഞു പോയോ എൻ്റെ ദൈവമ്മേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇനി നീ ഇവിടെ നിന്നാ പ്രശ്നം, നീ പെട്ടെന്ന് കുളിച്ച് ഷോറൂമിൽ പോയി നോക്കാൻ പറഞ്ഞു അമ്മ. അയ്യോ ഞാൻ എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ പോരെ അമ്മേ, അമ്മ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഞാൻ ഇതുവരെ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ, ഞാൻ പെട്ടെന്ന് തന്നെ പോയിക്കോളാം അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് സുധി ബാത്റൂമിലേക്ക് കയറിപ്പോയി. നാശം എന്ന് പറഞ്ഞ് അകത്ത് നിൽക്കുന്നു. ചന്ദ്ര രണ്ടും കൽപ്പിച്ച് പുറത്ത് ഇങ്ങനെ നിൽക്കുക മുറിയുടെ. ഈ സമയത്ത് രേവതി അടുക്കളയിൽ നല്ല ജോലിയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് ചെന്നു. രേവതി എനിക്കൊരു ഗ്ലാസ് കാപ്പി വേണമെന്ന് പറഞ്ഞു. ഇതേ അവിടെ ഫ്ലാസ്കിൽ ഇരിപ്പുണ്ട്, എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു. അതെന്താ നിനക്ക് കപ്പലൊഴിച്ച് തന്നാ എന്ന് ശ്രുതി ചോദിക്കുമ്പോഴത്തേക്കും രേവതി തിരിഞ്ഞ് ഇവിടെ ഒരു നോട്ടം.
അപ്പൊ അവള് നിന്റെ വേലക്കാരിയാണോടി എന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി അങ്ങ് വന്നില്ലേ എന്ന് പറഞ്ഞു അന്തം വെട്ടി ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കുക. ഞെട്ടിപ്പോയി. കപ്പൽ മാത്രമല്ല നിന്റെ വായിലേക്കും കൂടെ ഒഴിച്ചു തരാടി ആൻറ്റി. അത് എന്താടി അത് വേണോന്ന് ചോദിച്ചു ചന്ദ്ര. അപ്പോഴത്തേക്ക് രേവതി അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. ഇവള് കോഫി ഉണ്ടാക്കി വെച്ചതും പോരാ, നിനക്ക് കപ്പൽ ഒഴിച്ചും കൂടെ തരണമെന്നോ? നീ കൊള്ളാലോടി, നീ ആരാടി, ഈ വീട്ടിലെ കൊച്ചമ്മയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൻറ്റി അതൊക്കെ അങ്ങ് മലേഷ്യയിൽ മതി, ഇവിടെ വേണ്ട എന്ന് ചന്ദ്രമതി. അപ്പോഴും രേവതി അന്തം വിട്ട് നിൽക്കുക കേട്ടോ. നിന്നെപ്പോലെ തന്നെ ഇവിടേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് രേവതിയെയും. നിനക്കൊക്കെ വെച്ച് വിളമ്പി തരലല്ല അവളുടെ പണിയെന്നൊക്കെ പറയുമ്പോൾ എന്നും പറഞ്ഞു രേവതിയൊക്കെ ഇങ്ങനെ നോക്കാം. നിന്നെപ്പോലെ അവൾക്ക് വേറെ ജോലി ഉണ്ടെന്നും ചന്ദ്ര പറയാം. നിനക്ക് വേണമെങ്കിൽ നീ ഉണ്ടാക്കി കഴിക്കണമെന്നും പറയുന്നു. അപ്പോഴേക്കും ആൻറ്റി അത് എപ്പോഴും രേവതിയല്ലേ? ആരാടി നിന്റെ ആൻറ്റി? എന്നെ അങ്ങനെ വിളിച്ചു പോകരുത് നീ. എപ്പോഴും രേവതി ഉണ്ടാക്കണമെന്ന് ഇവിടെ നിയമം വല്ലതും ഉണ്ടോടി എന്ന് ചോദിച്ചു. അവരുടെ നല്ല മനസ്സുകൊണ്ട് അവൾ അത് ചെയ്യുന്നു, അല്ലാതെ നിനക്കൊന്നും വെച്ചു വിളമ്പി തരേണ്ട ആവശ്യമൊന്നും അവൾക്ക് ഇല്ലടി എന്ന് ചന്ദ്രമതി പറയുന്നപ്പോൾ രേവതിയുടെ കിളിയൊക്കെ പറന്നു പോവുക. ഈ പറയുന്ന അമ്മന്നെയാണ്, ഞാനത് സ്വപ്നം കാണുകയാണോ എന്നൊക്കെ രേവതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കട്ടോ. ഹേയ് അല്ല, രേവതി ഫ്ലാസ്കിൽ കോഫി ഉണ്ടാക്കി വെച്ചെന്നല്ലേ പറഞ്ഞത്? അതെ അതെ അമ്മേ. ആൻറ്റി അത് പിന്നെ ഞാനെടുത്ത് കുടിച്ചോളാവെന്ന് പറഞ്ഞു ശ്രുതി. അത് നീ കുടിക്കേണ്ട, തൊട്ടു പോകരുതെന്ന് ചന്ദ്രമതി ശ്രുതിയോട് പറയാം. എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നോക്കുന്നു. നിനക്ക് വേണമെങ്കിലേ നീ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിച്ചോളാൻ പറഞ്ഞു. അപ്പോഴും രേവതി അന്തം വിട്ട് നോക്കുക. രേവതി ചൂടുവെള്ളം പോലും ഇവൾക്ക് ഉണ്ടാക്കി കൊടുത്തേക്കരുത്, പറഞ്ഞത് കേട്ടോന്ന് ചോദിച്ചപ്പോൾ എന്നും പറഞ്ഞ് രേവതി നിൽക്കണു. എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കണു. ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയപ്പോൾ അപ്പം ആൻറ്റി എന്നും പറഞ്ഞ് ശ്രുതി വിളിക്കാം. എൻ്റെ അവസ്ഥ ഇതായി പോയി എന്നും പറഞ്ഞുകൊണ്ട് രേവതിയായിട്ട് പേടിപ്പിക്കുകയാണ് ശ്രുതി അടുക്കളയിൽ കിടന്ന്. അല്ലെങ്കിലേ എനിക്ക് വേണ്ടതൊക്കെ നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാൻ എനിക്കറിയാവുന്ന ശ്രുതി പറയുന്നത് ചന്ദ്രമതി കേട്ടു. ആണ്ട കിടക്കുന്നു. പിന്നെയും പിന്നെയും ഇങ്ങനെ മേടിച്ച് കെട്ടിക്കൊണ്ടേ ഇരിക്കുക. ശ്രുതി മോള് എന്താടി നീ പുറത്തെ? ഒന്നുമില്ല ആൻറ്റി. രേവതി ഇവളെന്താ പറഞ്ഞേ? പറയാ ഇവളെന്താ പറഞ്ഞേ? അത് പിന്നെ എന്താ പറഞ്ഞതെന്ന് പറ എന്നും പറഞ്ഞ് രേവതി ദേവരേതൊരു ചോദിച്ചു. അപ്പം എൻ്റെ അവസ്ഥ ഇതായി പോയി, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടതൊക്കെ നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാൻ അറിയാമെന്നാ പറഞ്ഞത്. ഓഹോ നീ കൊള്ളാലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ അന്നേരം രേവതിയെ തുറിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ തുറിച്ച് നോക്കുന്നത് ചന്ദ്രമതി കണ്ടു. നീ എന്താടി അവളെ നോക്കി പേടിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. നിനക്ക് വേണ്ടത് നീ എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കും അല്ലേടി എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ആൻറ്റി അങ്ങനെ നടന്നത് തന്നെ, നീ അതിനെ 7 ജന്മം ജനിക്കണോടി എന്ന് ചന്ദ്ര പറയാം. നേരത്തെ ഞാൻ നിന്നോട് പറഞ്ഞത് നിനക്ക് വേണ്ടുന്നത് നിനക്കുണ്ടാക്കി കഴിക്കണമെന്നല്ലേ? അതിൽ ചെറിയൊരു മാറ്റമുണ്ട്. നിനക്ക് വേണ്ടത് മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടത് നീ തന്നെ ഉണ്ടാക്കണമെന്ന് ചന്ദ്ര പറയുമ്പോഴത്തേക്കും അയ്യോ ഞാനോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കാം. അവളെന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും പോലും. ഇപ്പം തന്നെ അവിടെ തുടങ്ങും, പെട്ടെന്ന് തുടങ്ങാം. രേവതി നിനക്കിന്ന് പൂവിക്കാൻ പോകണ്ടേ? ചിലപ്പോ എന്ന് പറഞ്ഞു രേവതി അവിടെ നിന്ന് ചന്ദ്രമതി നിർബന്ധിച്ച് പറഞ്ഞു വിടുക. പറയുന്നത് കേൾക്ക് പോ രേവതി. അപ്പം അല്ലെങ്കിൽ നീ പോയി എനിക്കൊന്ന് പോകണ്ട ആൻറ്റി അമ്മ എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നീ പോയി TV കാണാൻ പറഞ്ഞു. TV കാണാനോ? ഞാനോ? അതെ, ന്യൂസും സിനിമയൊക്കെ കാണിച്ചല്ലേ പോ. നീ ഈ വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ. ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ നിനക്കറിയണ്ടേ? രേവതി ഇങ്ങനെ എൻ്റെ അമ്മ ഇപ്പം ഇതെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് തലേ വീടുമെന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുക. പിന്നെ TV കണ്ടു മടുക്കുമ്പോൾ മുറി ചെന്നിരിക്കോ കിടക്കോ ഉറങ്ങേ എന്തു വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. അമ്മ ഞാനോ? അതെ നീ തന്നെ. അയ്യോ രേവതിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുറേ ആയില്ലേ ഇങ്ങനെ കിടന്നോടുന്നു. നീ കുറച്ച് വിശ്രമിക്കാൻ ചന്ദ്രമതി രേവതിയോട് പറയുക. ഈശ്വര, രേവതി സ്വപ്നം കാണുക. വീട്ടിലെ ഒരു ജോലിയും മോളിനി ചെയ്യണ്ട കേട്ടോ എന്നും രേവതി പറയുന്നത്. സ്വപ്നം തന്നെയാണോ എന്നോർത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാം ഇനി ഇവള് ചെയ്തോളൂ എന്ന് പറഞ്ഞു ചന്ദ്ര. അതും രേവതിക്ക് അത്ഭുതം. ശ്രുതി അന്തം വിട്ടിങ്ങനെ നിൽക്കുക. എന്താടി നോക്കി നിൽക്കുന്നേ? ഇത് കറിയാണ് അടുപ്പത്തിരിക്കുന്നത്, ശ്രദ്ധിച്ച് ജോലി ചെയ്യണം കേട്ടല്ലോ. അടുക്കള ജോലി കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറയണം. തുണി അലക്കാനുണ്ട്, അത് കഴിഞ്ഞ് ബാക്കി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി രേവതി TV-യിൽ ഈ സമയത്തെ നല്ല സിനിമകളുണ്ടാകും, മോളി ഇത് കാണുമെന്ന് പറഞ്ഞ് രേവതിയെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ നിൽക്കുന്നേ. എന്നിട്ട് ചന്ദ്ര അങ്ങ് പോയി. ശ്രുതിമോൾ അന്നേരം അടുക്കളയിൽ ജോലിക്ക് കയറി തുടങ്ങി. അപ്പോഴത്തേക്ക് ശ്രുതി ഉപ്പിട്ടിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതി എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പോൾ രേവതി ആണെങ്കിൽ നടക്കാൻ പോലും വഴി പോലും മറന്നുപോയി. കാരണം ചന്ദ്രയുടെ നാവിൽ നിന്ന് അങ്ങനത്തെ വാക്കുകളൊക്കെയാണല്ലോ കിട്ടിയത്. രേവതി ഇങ്ങനെ സ്വപ്നം കണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ശ്രുതി എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ രേവതി പരിസരമൊക്കെ മറന്ന് നടന്നു വരിക. അപ്പോൾ വർഷ, ശ്രീകാന്ത്, അതുപോലെ അച്ഛൻ, സച്ചിയൊക്കെ നിൽപ്പുണ്ട്. എൻ്റെ പൊന്നു രേവതി ഒന്നും ആയില്ല, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് സച്ചി രേവതിയോട് പറയുമ്പോൾ രേവതി പരിസരം മറന്ന് ഇങ്ങനെ അങ്ങ് പോകുക. അയ്യോ മോളിത് ഏത് ലോകത്താ എന്ന് ചോദിച്ചു അച്ഛൻ. രേവതി
രേവതി എന്ന് പറഞ്ഞ ഒറ്റ വിളി. അപ്പോൾ ഏട്ടത്തി ഇത് ഏത് ലോകത്താ, ഏട്ടത്തിക്ക് എന്നെ പറ്റിയെന്ന് ചോദിച്ചു. ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ സച്ചി ഒച്ചയ്ക്ക് വിളിച്ചപ്പോഴത്തേക്ക് ഒരു ഒറ്റ ഞെട്ടല്ലേ രേവതി. എന്താ ഇത്, നീ ഇത് ഏത് സ്വപ്ന ലോകത്താ, നിനക്ക് എന്നാ പറ്റിയേ? അല്ല ഏട്ടത്തി എന്തിനിപ്പോൾ പുറത്തേക്ക് പോകുന്നതെന്ന് ശ്രീകാന്ത് ചോദിച്ചു. അപ്പോൾ അല്ല, പുറത്ത് കാക്ക മലർന്നു പറക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. കാക്കേ? എന്താ കാര്യം, എന്താ പ്രശ്നം? അപ്പോൾ സച്ചേട്ടാ വണ്ടി എടുക്കുക, ചേച്ചിയെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു വർഷ. അല്ല ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട അസുഖം എനിക്കില്ല. സച്ചേട്ടാ അതെ, എനിക്കിപ്പോഴും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ലെന്നേ. എന്താ കാര്യം അതാദ്യം പറഞ്ഞ രേവതി. നീ അമ്മ ശ്രുതിയോട് എനിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു, എന്നോട് വലിയ സ്നേഹത്തോടെയൊക്കെ സംസാരിച്ചു എന്ന് പറയുമ്പം സത്യമായിട്ടും അങ്ങനെയൊക്കെ വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇവർ സംസാരിക്കുന്നത് ശ്രുതി ഒളിഞ്ഞു നിന്ന് കേൾക്കുക. പിന്നെ ഇനി ഞാൻ ഈ വീട്ടിലെ ജോലിയൊന്നും ചെയ്യണ്ടെന്ന് എന്നോട് പറഞ്ഞു. എന്താ മോളെ നീ പറയുന്നത് സത്യമാണോ എന്ന് അച്ഛൻ ചോദിക്കുമ്പം അതെ അച്ഛാ അങ്ങനെ തന്നെയാ എന്നും പറഞ്ഞിങ്ങനെ. അപ്പോൾ ശ്രുതിക്കൊക്കെ ആയിട്ട് ഞെട്ടി നിൽക്കുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ നോക്കേണ്ട കാര്യമില്ല, ഇന്ന് കാക്കയല്ല മലർന്നു പറക്കും, അതിലും വലുത് എന്തെങ്കിലും മലർന്നു പറഞ്ഞാലേ ഉള്ളെന്ന് സച്ചി. ഇവരെല്ലാവരും അത് കേട്ടിങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ ശ്രുതിക്ക് മാത്രം വിഷമം. അപ്പോൾ ശ്രീകാന്ത് അല്ല ഏട്ടത്തി ഈ വീട്ടിലെ ജോലിയൊന്നും ചെയ്യണ്ടെന്നല്ലേ അമ്മ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഫുഡൊക്കെ ആരുണ്ടാക്കും? അത് ശ്രുതി ഉണ്ടാക്കുക. ഈ വീട്ടിലെ എല്ലാ ജോലിയും ശ്രുതി തന്നെ ചെയ്യണമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ശ്രുതിയാ? ശ്രുതിയുടെ അടുക്കളയിൽ നിന്ന് വേർക്കാണെന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്തിന് ചിരി വന്നു. ഓഹോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി. അപ്പം അമ്മ കളി തുടങ്ങി, ഇനി പാർലർ ഏട്ടത്തിക്ക് ഒരു രക്ഷയും ഉണ്ടാവത്തില്ല എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി പറയാം. അല്ല ഈ ശ്രുതി മോളെ കൊണ്ട് മാത്രം അങ്ങനെ ജോലിയൊക്കെ എടുപ്പിക്കുന്നത് ശരിയായ കാര്യമാണോ എന്ന് ചോദിച്ചപ്പം അതെന്താ അച്ഛാ ഇത്രയും കാലം രേവതി ഒറ്റയ്ക്കല്ലേ ചെയ്തത് അച്ഛാ, സിമ്പതി ഒന്നും വേണ്ട കേട്ടോ, ഇനി പാർലർ ഏട്ടത്തി ചെയ്യാലോ ഒറ്റയ്ക്ക് ചെയ്യട്ടെ എന്നും പറഞ്ഞ് സച്ചിയും പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര സങ്കടമായി. അന്നേരം അങ്കിൾ അവർ സിമ്പതിയൊന്നും അർഹിക്കുന്ന ആളല്ല, അതുപോലെ തന്നെയാണ് അവരുടെ ഹസ്ബൻഡും. പിന്നെ അവർ രണ്ടുപേരും കള്ളനും കള്ളിയാണെന്ന് വർഷ പറയുമ്പം അതുമാത്രമല്ലെന്നേ എന്നോട് അമ്മ TV കാണാനും വിശ്രമിക്കാനും ഒക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ദൈവമേ എനിക്ക് വയ്യ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് സച്ചി. എടാ അത് ചന്ദ്രയ്ക്ക് ശ്രുതിയോടുള്ള ദേഷ്യം മോളോടുള്ള സ്നേഹമായിട്ട് മാറിയിരിക്കുന്നത് എനിക്കിപ്പോൾ തോന്നുന്നതെന്ന് പറയുമ്പോൾ അച്ഛാ അത് മാത്രമല്ല ഇപ്പോൾ TV നല്ല സിനിമ ഉണ്ടാകും, അത് കാണാനും അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്നേരം രേവതി എന്നിട്ടാണ് നീ കാക്ക പറക്കുന്നുണ്ടോ നോക്കുമ്പോൾ എൻ്റെ രേവതി കിട്ടിയ ചാൻസ് അല്ലേ, ഓടി വന്നേ നീങ്ങ വന്നേ വാ നിനക്ക് TV ഉണ്ട്, നീ ഇരുന്ന് TV ആണെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ പിടിച്ച് അവിടെ സച്ചി ഇരുത്തി. ഇവർ TV ഒക്കെ വെച്ചു. ആ സമയത്ത് ഭയങ്കര സന്തോഷമായിട്ടൊക്കെ എല്ലാവരും തുള്ളിച്ചാടി. അപ്പോൾ രേവതിയോട് അമ്മ കനിഞ്ഞു എന്നുള്ളൊരിതിൽ. അപ്പോൾ ശ്രുതി അതുവഴി വരിക. ശ്രുതി അതുവഴി വന്നപ്പോഴത്തേക്ക് ഇവരിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശ്രുതിയെ കണ്ടപ്പോഴത്തേക്ക് സച്ചിക്ക് ചിരി പൊട്ടി. പോടാ എന്തൊരു കോമഡി, എനിക്ക് വയ്യേന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നിന്ന് ഭയങ്കര ചിരി. അപ്പോൾ ശ്രുതിയുടെ അവിടെ പോവാ, അതേ നോക്കിയാൽ നല്ല കോമഡി ഒന്ന് നോക്കിയേ എന്നൊക്കെ പറയുമ്പോൾ ടെൻഷൻ മാറട്ടെ എന്ന് ശ്രീകാന്ത് പറഞ്ഞു. അപ്പോൾ അവനെന്താ ടെൻഷനാടാ, മറ്റുള്ളവർക്ക് അവൻ കാരണമല്ല ടെൻഷൻ, അതെല്ലാം അവൻ്റെ ഹോബി അല്ലടാ, കണ്ടില്ലേ ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു കൂസലും ഇല്ലാണ്ടാവും നിൽക്കുന്നതെന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ പറയുമ്പോഴേക്കും എന്നും പറഞ്ഞു. ശ്രുതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ശ്രുതി ഇങ്ങനെ വലിഞ്ഞു കയറി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. സച്ചി ഇവനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് രേവതി ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുമ്പം സച്ചിയേട്ടാ അതെ എന്ന് പറഞ്ഞ് രേവതി വിളിച്ചു. അമ്മ എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചില്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം വർഷ അതൊക്കെ മനസ്സിലുണ്ടല്ലേ, ഒന്ന് ചീഞ്ഞാൽ അത് മറ്റൊന്നിനും വളമാകുമെന്ന് അറിയില്ല രേവതി, അങ്ങനെ പറയുന്നതേ വെറുതെ ഒന്നുമല്ല, ഇപ്പം ഈ വീട്ടിൽ കാണുന്നതേ അതാണെന്ന കാര്യം സച്ചി ഇങ്ങനെ രേവതിയോട് പറയുക. ഇപ്പം രേവതിക്ക് അത് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനതേ നമ്മുടെ ശ്രുതി അവിടെ ഇട്ട് എന്നാ പറയുന്നത് ഇഷ ഇഞ്ഞ ഇമ്മ എണ്ണ ഇത്രയൊക്കെ വരപ്പിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയ ശ്രുതി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ശ്രുതിയുടെ അടുത്ത് പോയേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് പാത്തും പതുങ്ങിയും അടുക്കളയിലേക്ക് പോകാൻ നോക്കുക. അങ്ങനെ ആരും കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി നേരെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ശ്രുതിമോൾ അവിടെ പച്ചക്കറിയൊക്കെ അരിയാണ്. ചന്ദ്രയോടുള്ള കലി മുഴുവൻ പച്ചക്കറിയോട് തീർത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് കയറി ശ്രുതി എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ പച്ചക്കറി അരിയുന്നത് കണ്ടു കഴിഞ്ഞിട്ട് ശ്രുതി നിനക്ക് എന്നോട് ദേഷ്യമാണോ എന്ന് ചോദിച്ചു. അന്നേരത്തേനും ആ കലി മൊത്തം പച്ചക്കറിയോട് കാണിക്കുന്നതായിട്ട് ശ്രുതിക്ക് തോന്നുകയും ചെയ്തു. ശ്രുതി ഇങ്ങനെ നോക്കും. അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ ചന്ദ്ര അതുവഴി വന്നു. അപ്പോൾ ശ്രുതിയും കൂടെ അടുത്ത് നിൽക്കുന്നു. ഇത് കണ്ട ചന്ദ്ര പല്ലിറുമി നിൽക്കുമ്പോഴത്തേക്കും അമ്മയെ മകൻ കണ്ടു. അയ്യോ എന്ന് പറഞ്ഞു മകൻ പേടിച്ച് നിൽക്കുക. ശ്രുതി അതൊന്നും കണ്ടില്ല. ശ്രുതി പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കുക. ഈ വെള്ളം ഇതവിടെ വെച്ചിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം എടുത്തിട്ട് കുറേ വെള്ളം അങ്ങ് കുടിച്ചു. ശ്രുതി നിന്നോട് ഞാൻ ഷോറൂമിൽ പോകാൻ പറഞ്ഞാൽ നീ എന്താ പോവാത്തേന്ന് അമ്മ ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മ എനിക്ക് വെള്ളം ദാഹിച്ചിട്ടേ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ, നീ എന്തിനാണ് അടുക്കളയിൽ കയറിയത്? അമ്മ ഞാൻ ഷോറൂമിൽ പോകാൻ വേണ്ടി തന്നെ ഇറങ്ങിയത്, പക്ഷേ അമ്മ എനിക്ക് ഭയങ്കര ദാഹം, അതുകൊണ്ട് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയത് അമ്മയെന്ന് പറയുമ്പോൾ നീ വെള്ളം കുടിക്കാൻ വേണ്ടി തന്നെ വന്നതാണോ? അതെ അമ്മേ, അല്ലാതെ ഇപ്പം അമ്മ വിചാരിക്കുന്നത് പോലെ ഇവളോട് സംസാരിക്കാൻ വേണ്ടി കയറിയതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതിക്ക് കലി വരുക. ഇനി എൻ്റെ അമ്മ പറയാതെ ഞാൻ ഇവളുടെ അടുത്ത് മിണ്ടത്ത് പോലും ഇല്ല അമ്മേ എന്നൊക്കെ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് തിളച്ച് വരുക കേട്ടോ. അമ്മേ അതെ അമ്മേ, അതുമാത്രമല്ല ഞാൻ വെള്ളം കുടിക്കാൻ വന്നപ്പോഴേ ഇവളെന്നോട് ചോദിക്കുക ശ്രുതിക്ക് എന്നോട് ദേഷ്യം ഉണ്ടോയെന്ന്.
അപ്പോഴേക്കും എന്തേ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി, അത് ശ്രുതിയാണ് തിരിച്ച് ചോദിച്ചത്. അവിടെയും തടി തപ്പുവാണ് ശ്രുതി. പിന്നെ ഞാനും അമ്മയും ഇവളോട് ക്ഷമിക്കണമെന്ന് ഇവള് പറയാം അമ്മയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഓ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഞാനത് കേട്ട ഭാവം പോലും നടിച്ചില്ല, ഒരു മറുപടിയും കൊടുത്തില്ലമ്മേ. അയ്യേ അയ്യേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ചന്ദ്ര പറയാതിരുന്നാ നിനക്ക് കൊള്ളാവുന്ന ചന്ദ്ര നേരം പറഞ്ഞു. നീ വെള്ളം കുടിച്ചല്ലോ? ഇല്ല അമ്മേ, കുടിച്ചോളാം. നീ കുടിക്കേ. അങ്ങനത്തെ കുറേ വെള്ളം മോനെ കൊണ്ട് കുടിപ്പിച്ചു ചന്ദ്ര. ഞാൻ പോട്ടെ അമ്മേ എന്നും പറഞ്ഞോണ്ടാ മോനങ്ങ് പോയി കഴിഞ്ഞപ്പം, എടി നീ എന്താ അടി അവനോട് ചോദിച്ചേ? ദേഷ്യം ഉണ്ടോന്നോ? ദേഷ്യമല്ല, നിന്നോടുള്ള സ്നേഹം തിളച്ചു മറിയാടി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറയുമ്പോൾ ശ്രുതി തുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. എടി അവനടക്കം നിന്നോട് ഇപ്പോൾ വെറുപ്പ് അടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അവനത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ദേ ഞാനും അവനും നിന്നോട് ക്ഷമിക്കണോ അല്ലേ? ഈ ജന്മം അത് നടക്കത്തില്ലടി എന്നും പറയുമ്പം ഞാൻ ശ്രുതിയോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ചന്ദ്ര. ആൻറ്റിയുടെ മോൻ കള്ളം പറയുന്നതാന്ന് പറഞ്ഞപ്പം വേണ്ടടി, നീ ഇനി എല്ലാ കുറ്റവും അവൻ്റെ തലയിലേക്ക് കെട്ടിവെക്കണ്ട. അതാണല്ലോ നിന്റെ സ്ഥിരം പതിവ്. നിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കത്തില്ല. കള്ളിയാടി നീ, കള്ളി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയോട് ഇങ്ങനെ പറഞ്ഞ് ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിക്കുന്നു. ഇനി മേലെ അവനോട് സംസാരിക്കാൻ നിന്നാലേ നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഒരു ഭീഷണിയും മുഴക്കി അങ്ങ് പോയപ്പോൾ ശ്രുതിയാണെങ്കിൽ കലിയും കയറി ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥയെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. ടാറ്റാ.